യേശുക്രിസ്തു കുരിശിൽ പിശാചിനെ പരാജയപ്പെടുത്തി, തോൽപ്പിച്ചു, ആയുധം വെപ്പിച്ച് കീഴടക്കി എന്ന് അവിടെ പറയും. ആയുധമില്ലാത്തവനാക്കി. അപ്പൊ പിശാചിന് പരമാവധി ദൈവമക്കളുടെ അടുത്ത് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് എന്താണ്? അതായത് ഒരു നാട്ടില് ഭരണപക്ഷവുമുണ്ട്, പ്രതിപക്ഷവുമുണ്ട്. പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ തോറ്റ കക്ഷിയാണ്. ഭരണപക്ഷം എന്ന് പറഞ്ഞാൽ ജയിച്ച കക്ഷിയാണ്. പിശാച് ആരാണ്? പിശാച് തോറ്റ കക്ഷിയാണ്. പ്രതിപക്ഷം നശിച്ചിട്ടില്ല, തോറ്റെങ്കിലും അവര് നശിച്ചിട്ടില്ല. അവർക്ക് നിയമസഭയിൽ കയറാം. അവര് ഭരണം കിട്ടിയില്ലെങ്കിലും നിയമസഭയിൽ കയറാം. പ്രതിപക്ഷമാണ് അവർ, പ്രതിപക്ഷം. അപ്പോ ഈ സാത്താൻ തോറ്റ കക്ഷിയാണ്, പ്രതിപക്ഷമാണ്, പ്രതിപക്ഷം. അതുകൊണ്ട് അവന് ഭരണമില്ല, അവൻ തോറ്റ്. കർത്താവ് എന്ത് ചെയ്തു? കുരിശിൽ അവനെ ആയുധം വെപ്പിച്ച് കീഴടക്കി. അതുകൊണ്ട് സാത്താന് പരമാവധി ചെയ്യാൻ പറ്റുന്നത് അലറാൻ പറ്റും. മനസ്സിലായി? അലറുന്നതാണ് ഈ കാണുന്നത്. അലറുന്നത് അവന് സഹിക്കാൻ പറ്റാതെ വരുമ്പോഴാണ്. അലറുമ്പോ കണക്ക് കൂട്ടിക്കോണം. ദൈവമക്കളുടെ വീടിന്റെ വാതിൽക്കൽ വലിയ ദൈവകൃപകൾ വന്ന് നിൽക്കുന്നത് സാത്താൻ കാണുമ്പോഴാണ് അവൻ അലറുന്നത്. സന്തോഷ വാർത്ത ഇതാണ്. സന്തോഷ വാർത്ത,